So, dear students, in the last class we were discussing about the color of transition metal complexes. So, transition metal complexes have beautiful colors, as can be seen this slide. Nickel H2O is 2 plus is green colored, CuH2O6 2 plus is blue colored. So, they all absorb energy and emit energy in the visible light region. That is why they show color. So as I have told you, the reason for color is due to the DD transitions occurring in the transition metal complexes. So we will consider one example. The example is the absorption spectrum of titanium complex, which is TiH2O6 3+. The effect of crystal field splitting is easily seen by studying the absorption spectrum of TiH2O6 3+, because the Ti3+ ion has a single electron in the 3D orbitals. In the octahedral field produced by the 6 water molecules, the 3D orbitals are split in energy as shown in the following figure. This comprises the T2G set and this comprises the EG set. The only transition possible is promotion of the electron from an orbital in the T2G set to one in the EG set. This transition gives rise to a single absorption band, the maximum of which corresponds directly to the energy represented by delta O. As expected, the spectrum shows a single broad band that is centered at 20,300 centimeter inverse, which corresponds directly to delta O. ടൈറ്റാനിയം H2O6 3+ എന്ന് പറഞ്ഞ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡി ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരൊറ്റ ഡി ഇലക്ട്രോൺ T2G ഓർബിറ്റൽസിലാണ് അപ്പൊ ഇരിക്കുക. കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതണ്ടേന്ന് അറിയാം. ആദ്യം പോകുന്നത് T2G ഓർബിറ്റൽസിലേക്കായിരിക്കും ആദ്യത്തെ ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. അപ്പൊ ഈ T2Gയിൽ ഇരിക്കുന്ന ഒരൊറ്റ ഡി ഇലക്ട്രോണിന് വേണമെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇജിയിലേക്ക് ചാടി പോവാവുന്നതാണ്. ഇജിയിലേക്ക് ചാടിയിട്ട് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റ് നമ്മൾ കളറായിട്ട് കാണുന്നത്. അപ്പൊ ഈ എനർജി ഡിഫറൻസ് ഡെൽറ്റ ഒ എന്ന് പറഞ്ഞ ഈ എനർജി ഡിഫറൻസ്, അതായത് ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ T2G ഓർബിറ്റൽസ് ആൻഡ് EG ഓർബിറ്റൽസ്, അത് ഏകദേശം 20,300 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് വരുന്നത്. അതേ എനർജി തന്നെയാണ് ഈ കോംപ്ലക്സ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാവുന്നതാണ് ഈ കളറിന് റീസൺ അല്ലെങ്കിൽ ഈ ലൈറ്റ് ഈ എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസും അതിന്റെ അതുമൂലം ഉണ്ടാവുന്ന DD ട്രാൻസിഷൻസുമാണ് റീസൺ. For example, as you can see here, in the ground state, the electron is present in the T2G set, and when light is absorbed, it jumps to the EG state, which is the higher level, and again it bounces back to the T2G orbital, emitting energy, which is transmitted as light. When the ion absorbs light, electrons can move from the lower T2G energy level to the higher EG level. The difference in energy between the levels determines the wavelengths of light absorbed. The visible color is given by the combination of wavelengths transmitted. ഇപ്പൊ ടൈറ്റാനിയം H2O6 3+ന്റെ ലാംഡ മാക്സിമം എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണ് വരുന്നത്, 20,300 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ അത് ആണ് അബ്സോർപ്ഷൻ ബാൻഡ്, ടൈറ്റാനിയം കോംപ്ലക്സിന്റെ അബ്സോർപ്ഷൻ ബാൻഡ്. അപ്പൊ ഇങ്ങനെ ഏത് കോംപ്ലക്സിന്റെ അബ്സോർപ്ഷൻ ബാൻഡ് നമുക്ക് ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ കളർ എന്ന് പറയുന്നത്, കളർ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിന്റെ കളറിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി DD ട്രാൻസിഷൻ. ടൈറ്റാനിയം H2O6 3+ന്റെ കളർ വയലറ്റ് കളറാണ്. ഈ എമിറ്റ് ചെയ്യുന്ന കളർ ഏകദേശം വയലറ്റ് റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ വയലറ്റ് കളറാണ് വരുന്നത്. അബ്സോർബ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ റീജിയൻ ആണ്. യെല്ലോ ഗ്രീൻ റീജിയനിൽ അബ്സോർബ് ചെയ്തിട്ട് വയലറ്റ് റീജിയനിൽ എമിറ്റ് ചെയ്യും. അതുകൊണ്ട് കളർ വയലറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്.
വേറെ കോംപ്ലക്സസ് ഉണ്ട്, കളറുള്ള കോംപ്ലക്സസ്. ഫോർ എക്സാമ്പിൾ CONH3 6 3 CL3. ആ കോംപ്ലക്സിന്റെ കളർ ഓറഞ്ച് ആണ്. ആ ഓറഞ്ച് ആവാനുള്ള കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് അബ്സോർബ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഓറഞ്ച് ആയി. വേറെ കോംപ്ലക്സ് ഉണ്ട് COCN6 3-, അത് യെല്ലോ ആണ്, അപ്പൊ അത് വയലറ്റ് കളറാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുപോലെ COH2O6 2+ എന്ന് പറഞ്ഞത് പിങ്ക് കളറാണ് ആ കോംപ്ലക്സ്, അപ്പൊ അത് ബ്ലൂ ഗ്രീൻ ലൈറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഇങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള കളർ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള വേറൊരു കളർ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ഇതാണ് റീസൺസ് ഫോർ കളർ. ഇതുപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റം നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വഴി നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്നതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ അൺപെയർഡ് ഇലക്ട്രോൺസിനെ എണ്ണം വെച്ചിട്ട് മാഗ്നറ്റിക് സ്വഭാവം എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കോ ഡയാമാഗ്നറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലുള്ള കോംപ്ലക്സസ് എപ്പോഴും പാരാമാഗ്നറ്റിക്കും, അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. A species having at least one unpaired electron is said to be paramagnetic. It is attracted by an external field. The paramagnetic moment is given by the following spin-only formula. Mu s is equal to root of n into n plus 2 Bohr magneton. Mu s is equal to is the spin-only magnetic moment, and n is the number of unpaired electrons, and Bohr magneton is the unit which expresses the magnetic moment. When the species does not contain any unpaired electrons, it is diamagnetic. For example, if number of unpaired electrons is 1, the spin-only magnetic moment is root of 1 into 1 plus 2, 1.73. And when the number of unpaired electrons is 2, the spin-only magnetic moment is root of 2 into 2 plus 2, it is 2.83. When number of unpaired electrons is 3, the spin-only magnetic moment is root of 3 into 3 plus 2 is equal to 3.87. When number of unpaired electrons is 4, the spin-only magnetic moment is root of 4 into 4 plus 2, 4.9 Bohr magneton. When the number of unpaired electrons is 5, the spin-only magnetic moment is root of 5 into 5 plus 2, 5.92 Bohr magneton. Now let us discuss what is meant by spectrochemical series. The arrangement of common ligands in the increasing order of their power to cause crystal field splitting is called spectrochemical series. This series is given here. So, this is a series in which the ligands are listed in the increasing order of their capacity to cause d orbital splittings irrespective of the metal ion to which they are complexed. For example, ligands like CO, Cn-, etc., which lie at the right end of the series, are called strong ligands because they exert a strong crystal field on the metal ion and thereby cause high crystal field splitting. On the other hand, ligands like I-, Br-, Cl-, F-, etc., which lie to the left of the series, are called weak ligands because they exert only a weak field on the metal ion and thereby cause smaller crystal field splitting. ഇപ്പൊ സ്പെക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഗാൻസ് നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഏത് ഓർഡറിലാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ് ഉണ്ടാക്കാനുള്ള കഴിവിന്റെ ബേസിസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അതിൽ തന്നെ സീരീസിന്റെ റൈറ്റ് ഭാഗത്ത് ഇരിക്കുന്നവർ എപ്പോഴും ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതൽ ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് അവർ സ്ട്രോങ് ലിഗാൻസ് എന്ന് വിളിക്കും. സ്പെക്ട്രോകെമിക്കൽ സീരീസിന്റെ ലെഫ്റ്റിൽ ഇരിക്കുന്നവര് അധികം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് അവര് വീക്ക് ലിഗാൻസ് എന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലാണെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സസ് ആണ് ഉണ്ടാവുക. അതായത് Cn- CO ഒക്കെ ലോ സ്പിൻ കോംപ്ലക്സസ് ഉണ്ടാകും. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറവാണെങ്കിൽ എപ്പോഴും ഹൈ സ്പിൻ കോംപ്ലക്സസ് ആയിരിക്കും ഉണ്ടാക്കുക, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിവിടെ ഓർക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങേ അറ്റത്തിരിക്കുന്നവര് ലോ സ്പിൻ കോംപ്ലക്സും ഇങ്ങേ അറ്റത്തിരിക്കുന്നവര് ഹൈ സ്പിൻ കോംപ്ലക്സസും ആണ് ഉണ്ടാക്കുക.
ഇവരൊക്കെ വീക്ക് ആയിട്ടുള്ള വീക്ക് പൈ ഡോണേഴ്സ് ആണ്. ഇത് പൈ അക്സെപ്റ്റേഴ്സ് ആണ്. ഇതാണെങ്കിൽ പൈ ഡോണേഴ്സ് ആണ് ഈ ഗ്രൂപ്പിലിരിക്കുന്നത്. എന്തായാലും I- ലെസ് ദാൻ BR മൈനസ് ലെസ് ദാൻ CL മൈനസ് ലെസ് ദാൻ F മൈനസ് ലെസ് ദാൻ OH മൈനസ് ലെസ് ദാൻ H2O ലെസ് ദാൻ NH3 ലെസ് ദാൻ EN എന്ന് വെച്ചാൽ എഥിലീൻ ഡയമീൻ ലെസ് ദാൻ CN മൈനസ് ലെസ് ദാൻ CO. ഇതാണ് ഏകദേശം സ്പെക്ട്രോകെമിക്കൽ സീരീസിന്റെ ഓർഡർ. എല്ലാ ലിഗാൻഡും ആയിട്ടില്ല. ഇനിയും ഇതിന്റെ ഉള്ളിൽ ലിഗാൻസിനെ ഇടാവുന്നതാണ്. എന്നാലും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. Now let us discuss what are the factors that influence the magnitude of crystal field splitting. The degree of splitting of the d orbitals depends on 4 factors. The first one is the identity of the metal. Identity of the metal means the transition series to which the metal belongs. For example, the magnitude of crystal field splitting depends on the metal, whether it belongs to the first transition series or the second transition series or the third transition series. For transition metals of the same family having the same oxidation state, crystal field splitting increases when we move to the third transition series. This is because due to the increase in the size of the d orbitals on going down a group in any transition family. The bigger the d orbitals, the farther they extend into space and the more strongly they interact with the approaching ligands. And the greater the crystal field splitting produced. That is 50% greater for second row transition series when compared with the first row transition series, and 25% greater for third row transition series when compared with the second row transition series. അതാണ്, അതായത് മെറ്റൽ ഏത് ട്രാൻസിഷൻ സീരീസിലാണ് അടങ്ങിയിരിക്കുന്നത് അതനുസരിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിന്റെ വാല്യൂ കൂടും. അതായത് ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാണിക്കുന്നത് തേർഡ് ട്രാൻസിഷൻ സീരീസിലാണ്. തേർഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഇറീഡിയം ഒക്കെ ഉള്ള ഒരു ട്രാൻസിഷൻ സീരീസ്, ഏറ്റവും അവസാനത്തെ ട്രാൻസിഷൻ സീരീസ് ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാണുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഡി ഓർബിറ്റൽസ് എപ്പോഴും വലുതായിരിക്കും. അവര് വലുതാണ്, അപ്പൊ അവരുടെ ഡി ഓർബിറ്റൽസും വലുതാണ്. ഡി ഓർബിറ്റൽസ് വലുതായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ഇന്ററാക്ഷൻ, ലിഗാൻഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്. അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, the second factor is the oxidation state of the metal. The higher the oxidation state, the greater the splitting. It is generally found that the greater the oxidation state of a metal ion, the larger is the crystal field splitting produced. For example, the crystal field splitting for a ferrous complex is found to be 10,400 centimeter inverse, while that for ferric complex is 13,700 centimeter inverse. This is because a metal ion with greater oxidation number and thus greater positive charge is able to cause greater polarization of the ligands and exert greater attraction for them than a metal ion with a lower oxidation number. As a result, the ligands would approach a metal ion with higher oxidation state closer and cause greater crystal field splitting. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നതനുസരിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും കൂടും. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഫെറസും ഫെറിക്കും ആണ്. നമുക്കറിയാവുന്നതാണ് ഫെറസ് ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്, +2ഉം. ഫെറിക് ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇതിൽ +3 ഉള്ള കോംപ്ലക്സുകളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ് കൂടുതൽ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കൂടുന്നതനുസരിച്ച് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ അട്രാക്ഷൻ കൂടും. അപ്പൊ കൂടുതൽ ലിഗാൻഡുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. The third factor, let us discuss the third factor. It is the number of ligands.
The more the ligands, the greater the splitting. ലിഗാൻസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടാനുള്ള റീസൺ ഉണ്ട്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും ആണ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ പരമാവധി 4 ലിഗാൻഡാണ് വരുള്ളൂ. പക്ഷെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 6 ലിഗാൻഡുകൾ വരും. നമുക്കറിയാവുന്നതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ 4/9 ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ 9/4 മാത്രമാണ് എന്ത് വരുന്നുള്ളൂ, ടെട്രാഹെഡ്രൽ ഫീൽഡിന്റെ ക്രിസ്റ്റൽ സ്പ്ലിറ്റിംഗ് വരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾക്കാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുന്നത്. കാരണം അവിടെ ലിഗാൻസിന്റെ എണ്ണം കൂടുതലാണ്, 6 ലിഗാൻസ് വരുന്നുണ്ട്. പക്ഷെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന് 4 ലിഗാൻസ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് the more the ligands, the greater the splitting. So the splitting produced in a tetrahedral ligand field is only about 4/9 of the splitting produced in an octahedral field with the same ligands. Now let us discuss the fourth factor, which is the nature of ligands. The magnitude of crystal field splitting depend upon the nature of the ligands. Ligands which exert a strong field on the metal ion and cause high crystal field splitting are called strong ligands. For example, CO, Cn-, etc. are examples. Ligands which exert only a weak field on the metal ion and thereby cause smaller crystal field splitting are called weak ligands. For example, Br-, Cl-, F-, etc. are examples. ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ തന്നെയാണ് നേച്ചർ ഓഫ് ദ ലിഗാൻസ്. ലിഗാൻസിന്റെ സ്വഭാവം അനുസരിച്ച് വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്ന സ്വഭാവം അനുസരിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുകയും കുറയുകയും ചെയ്യും. വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും, സ്ട്രോങ് ലിഗാൻഡ് ആണെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. അപ്പൊ ഇത് അറിയണമെങ്കിൽ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ മതി. കാരണം സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിഗാൻസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൂടുന്നതനുസരിച്ച്. So this is the review about crystal field theory. This is the tetrahedral crystal field splitting. This is the octahedral crystal field splitting. This is the square planar crystal field splitting. അപ്പൊ മൂന്നും കൂടെ ഒരുമിച്ച് കാണിച്ചിരിക്കുകയാണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇത് T2G, ഇത് EG. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ താഴെയാണ് E വരുന്നത്, മുകളിലാണ് T2 വരുന്നത്. അത് ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ സ്ക്വയർ പ്ലെയിനാർ ആണെങ്കിൽ ഇങ്ങനെ വരും, പല പല തട്ടിലായിട്ട് വരും. അതിൽ നിന്ന് നമ്മള് പുതിയ പേരുകളൊന്നും ഇട്ടിട്ടില്ല, T2 അങ്ങനെ എന്നൊന്നും പേരിട്ടിട്ടില്ല. പക്ഷെ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ്. ഏറ്റവും താഴെ DYZ, DXZ, പിന്നെ DZ സ്ക്വയർ, പിന്നെ DXY, DX സ്ക്വയർ മൈനസ് Y സ്ക്വയർ. ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആണെങ്കിൽ DXY, DYZ, DXZ താഴെ, DX സ്ക്വയർ മൈനസ് Y സ്ക്വയറും DZ സ്ക്വയറും മുകളില്. ടെട്രാഹെഡ്രൽ ഫീൽഡ് ആണെങ്കിൽ DX സ്ക്വയർ മൈനസ് Y സ്ക്വയറും DZ സ്ക്വയറും താഴെയും, DXY, DYZ, DXZ മുകളിലും. ശരിക്കും ഒക്ടാഹെഡ്രൽ ഫീൽഡിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ ടെട്രാഹെഡ്രൽ ഫീൽഡ്. പക്ഷെ മാഗ്നിറ്റ്യൂഡ്, അതായത് സ്പ്ലിറ്റിംഗിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ കുറവാണ്. ഇവിടെ നോക്കിക്കേ വീതി കൂടുതല്, സ്പ്ലിറ്റിംഗ് കൂടുതലാണ്. ഇവിടെ അതിനേക്കാളും കൂടുതൽ സ്പ്ലിറ്റിംഗ് വന്നിട്ടുണ്ട്. Now let us discuss what are the merits of crystal field theory. അപ്പോൾ നമുക്ക് ഇനി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഡിസ്കസ് ചെയ്യാം. Crystal field theory can explain the split degeneracy of d orbitals in a complex. The theory does explain the color and spectra of complexes, and the theory accounts for the magnetic property of the complexes. And the theory explains the stability of particular oxidation state in aqueous solutions. So these are the merits of crystal field theory. Now let us discuss what are the demerits. മെറിറ്റ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡി ഓർബിറ്റലിൽ സ്പ്ലിറ്റിംഗ് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. കളറും സ്പെക്ട്രയും നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റീസൺസ് പറഞ്ഞതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും അതുപോലെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതും പറഞ്ഞതാണ്. പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ റീസണും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് CFT.
Now let us discuss what are the demerits of crystal field theory. Limitations are: it considers only the metal ion d orbitals and gives no consideration at all to other metal orbitals such as s, px, py and pz orbitals. Second one is it is unable to account satisfactorily for the relative strengths of ligands. For example, it gives no explanation as to why H2O is a stronger ligand than OH minus in the spectrochemical series. According to this theory, the bond between the metal and ligands is purely ionic. It gives no account on the partly covalent nature of the metal-ligand bonds. The crystal field theory cannot account for the pi bonding in complexes. And the theory failed to explain color in compounds having D0 configuration. For example, is KMnO4, K2, Cr2, O7, etc. So these are the limitations of a crystal field theory. ലിമിറ്റേഷൻസ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഡി ഓർബിറ്റൽ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പി ഓർബിറ്റൽസിനെയോ എസ് ഓർബിറ്റൽസിനെയോ ഡിസ്കഷൻസിലൊന്നും വരുന്നില്ല. അതൊരു പ്രോബ്ലം ആണ്. വേറൊരു പോരായ്മ എന്ന് പറയുന്നത് H2O ആണ് സ്ട്രോങ് ലിഗാൻഡ് OH മൈനസിനേക്കാളും. അതിന്റെ റീസൺ എന്താണെന്ന് പറയാൻ പറ്റില്ല. H2Oനെ നമ്മൾ ന്യൂട്രൽ ലിഗാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഡൈപോൾ പോയിന്റ് ഡൈപോൾസ് ആയിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇമാജിൻ ചെയ്യുന്നത്. ഇനി OH മൈനസിനെ ആണെങ്കിൽ ഒരു നെഗറ്റീവ് ലിഗാൻഡ് ആവുമ്പോൾ അതൊരു പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ഡൈപോൾ അല്ല, പോയിന്റ് ചാർജ് ആണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? എന്തുകൊണ്ട് H2O പോയിന്റ് ഡൈപോൾ ആയ H2O എന്തുകൊണ്ട് പോയിന്റ് ചാർജ് ആയ OH മൈനസിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയതിന് റീസൺ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ട് മാത്രമാണ് ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ ഡിസ്കഷനിൽ വരുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാവുന്നതാണ് ചെറുതായിട്ട് കോവാലന്റ് നേച്ചർ ഈ ബോണ്ടിന് ഉണ്ട്. കോർഡിനേറ്റ് ബോണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിനൊരു ചെറുതായിട്ട് ഒരു പാർട്ട്ലി കോവാലന്റ് നേച്ചർ ഉണ്ട്. അത് അതിന്റെ റീസൺ എന്താണെന്ന് പറയാൻ പറ്റില്ല. പൈ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പല കോംപ്ലക്സിലും നമുക്ക് പൈ ബോണ്ടിങ് കാണാൻ പറ്റും. പൈ ബോണ്ടിങ്ങിന്റെ റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡി ഓർബിറ്റൽസിൽ ഒറ്റ ഇലക്ട്രോൺസും ഇല്ലാത്ത കോംപ്ലക്സും കളറായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ KMnO4 നല്ല പെർപ്പിൾ കളറാണ്. K2 Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് കളറാണ്. അപ്പൊ ഈ പെർപ്പിൾ കളറും ഓറഞ്ച് കളറൊക്കെ വരുന്ന കോംപ്ലക്സിലെ ഡി കോൺഫിഗറേഷനിലെ ഡി ഓർബിറ്റൽസിലെ ഡി ട്രാൻസിഷൻസ് നടക്കുന്നില്ല. എന്നിട്ടും ഇതെങ്ങനെ കളർ വന്നേന്നുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതാണ് limitations of crystal field theory. So this is all about crystal field theory. Hope you understood. Thank you.